അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഇനി ഗ്രേവിയുടെ ടേസ്റ്റ് നോക്കുക. ഹായ്, ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കിയാലോ. നമ്മൾ സാധാരണ ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കുമ്പോൾ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ആഡ് ചെയ്തൊക്കെയല്ലേ ഉണ്ടാക്കുക. ഇത് നമുക്ക് അത്രയും സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈസി ഗോബി മഞ്ചൂരിയൻ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഒരു കോളിഫ്ലവർ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 വലിയ സവോള ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കം മീഡിയം വലിപ്പമുള്ള ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഉണ്ട വെളുത്തുള്ളിയും ഒരു വലിയ പീസ് ഇഞ്ചിയും ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് റൗണ്ടിൽ ചെറിയ തിക്നെസ്സോടുകൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ കോളിഫ്ലവർ ഒന്നൊരു ബാറ്റർ ഉണ്ടാക്കിയിട്ട് ആ ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. ബാറ്റർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ കോളിഫ്ലവർ ബജിക്ക് ബാറ്റർ ഉണ്ടാക്കുന്ന പോലെയല്ല, കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മൈദപ്പൊടി ചേർക്കുകയാണ്. സാധാരണ നമ്മൾ കോളിഫ്ലവർ ബജ്ജി ഉണ്ടാക്കുമ്പോൾ കൂടുതലും മൈദപ്പൊടിയിലാണ് ചെയ്യുക. ഇത് മൈദപ്പൊടിയും കോൺഫ്ലവറും ഈക്വൽ ആയിട്ട് എടുക്കുക കേട്ടോ. അതാണ് നമ്മൾ ചെയ്യുന്ന വ്യത്യാസമുള്ള രീതി. ഇനി നമുക്കിതിലേക്ക് കോൺഫ്ലവർ ചേർക്കാം. കോൺഫ്ലവറും മൈദപ്പൊടി എടുക്കുന്നതിൻ്റെ പകുതി ചേർക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു പിഞ്ച് കായപ്പൊടി, അതുപോലെ തന്നെ കോളിഫ്ലവറിന് ആവശ്യമായ ഉപ്പ്. പിന്നെ ഞാൻ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. നിങ്ങൾക്ക് റെഡ് ഫുഡ് കളർ വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറിൻ്റെ ആ ഒരു റെഡ് കളർ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഗാർലിക് പേസ്റ്റ്, ഒരു 1.5 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വെള്ളം ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ലൂസായിട്ടുള്ള ബാറ്റർ ആവണ്ട, ഒരുപാട് തിക്കായിട്ടുള്ള ബാറ്റർ ആവണ്ട, ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലുള്ള ബാറ്റർ ആക്കി എടുക്കുക. ഇപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു തിക്നെസ്സിൽ നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വല്ലാതെ ലൂസല്ല, വല്ലാതെ തിക്കല്ലാത്ത രീതിയിൽ. ഇനി നമുക്ക് ഈ ബാറ്റർ മാറ്റി വെച്ചിട്ട് നമുക്ക് സോസുകൾ മിക്സ് ചെയ്തെടുക്കാം. സോസുകൾ മിക്സ് ചെയ്യാനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കുക. ഡാർക്ക് സോയ സോസ് ആണെങ്കിൽ 1.5 ടീസ്പൂൺ ചേർക്കുക. ലൈറ്റ് സോയ സോസ് ആണെങ്കിൽ 2 ടീസ്പൂണാണ് കേട്ടോ ചേർക്കേണ്ടത്. പിന്നെ ഞാനിപ്പോൾ സെഷ്വാൻ സോസാണ് ചേർക്കുന്നത്, അതുകൊണ്ട് തന്നെ 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. റെഡ് ചില്ലി സോസാണ് ചേർക്കുന്നതെങ്കിൽ 1.5 ടീസ്പൂൺ. ഒരു 3/4 ടീസ്പൂൺ വിനീഗർ ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ പഞ്ചസാര, നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഈ സോസും കൂടി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഗോബി മഞ്ചൂരിയൻ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ സോസും കൂടി പ്രിപ്പയർ ചെയ്ത് മാറ്റി വെക്കുകയാണ്. ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഞാനിപ്പോൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ സാധാരണ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഇതിൽ വേറെ പറയാനൊന്നുമില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ സാധാരണ പോലെ അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ചെയ്യുന്നത്. ഈ രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യൂ. വളരെ ഈസിയാണ്. ഓരോ സോസുകൾ ആഡ് ചെയ്ത് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യുന്ന രീതിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് കോളിഫ്ലവർ ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റുകയാണ്. ഇതുപോലെ നമുക്ക് കംപ്ലീറ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഗ്രേവി റെഡിയാക്കിയിട്ട് കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കടായി ചൂടാക്കിയിട്ട് കടായിലേക്ക് വെജിറ്റബിൾ ഓയിൽ ചേർത്തിട്ടുണ്ട്. വെജിറ്റബിൾ ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. സവോളയുടെ കൂടെ തന്നെ നമ്മുടെ പച്ചമുളക്, ഇത് രണ്ടും ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ സോസിലേക്ക് ഉപ്പ് ചേർത്താണ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് 2 കപ്പ് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ ഗ്രേവി റെഡിയാക്കി തുടങ്ങാനായിട്ട്. ഇനി
ഇനിയിപ്പോൾ നമ്മുടെ സവോള ഒന്ന് കുക്കായി വരട്ടെ, ചെറുതായിട്ടൊന്ന് കുക്കായി വന്നാൽ മതി. ഒരുപാട് അങ്ങോട്ട് ട്രാൻസ്പെറൻ്റ് ആയി പോലും വരണ്ട കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ സെലറിയോ സ്പ്രിംഗ് ഒണിയനോ ഒക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ സെലറി ഇല്ല, സ്പ്രിംഗ് ഒണിയനും ഇല്ല, അല്ലെങ്കിൽ ഞാനത് ചേർത്തേനെ. അപ്പോൾ സ്പ്രിംഗ് ഒണിയനും സെലറിയൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സോസിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഈ സോസുകളെല്ലാം നന്നായിട്ട് കുക്കായി വരട്ടെ. ഇല്ലെങ്കിൽ നമ്മൾ ഓരോ സോസുകൾ ആഡ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കുന്നതിനേക്കാൾ സമയം എളുപ്പം ഇതുപോലെ ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതുപോലെ സോസുകളെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത്. അപ്പോൾ പഞ്ചസാരയും ഉപ്പും എല്ലാം ചേർത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ കുക്ക് ചെയ്തെടുക്കാം ഈ ഒരു രീതിയിൽ കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിലും ഈ രീതിയിൽ കുക്ക് ചെയ്തെടുക്കുകയാണ് എളുപ്പം. ഇനി സോസുകളുടെ ആ ഒരു റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. നമ്മൾ ഫുഡ് കളർ ചേർക്കാത്തതുകൊണ്ടാണ് ഈ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത്. അപ്പം നമ്മുടെ ഗ്രേവിക്ക് ഒരു കളർ കിട്ടും. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ ക്യാപ്സിക്കവും ചേർത്തിട്ട് വീണ്ടും ഇളക്കി കുക്ക് ചെയ്തെടുക്കുക. വേഗം ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കലാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ ചേർത്തിട്ടുള്ള വെള്ളം ഒന്ന് വറ്റി വരണം, സോസുകൾ കുക്കായും വരണം. അപ്പോൾ ഇപ്പോൾ തന്നെ ഉപ്പൊന്നും ചെക്ക് ചെയ്യരുത് കേട്ടോ. ഇപ്പോൾ തന്നെ ഉപ്പൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കോളിഫ്ലവറും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ഉപ്പൊക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് കറക്റ്റ് ഉപ്പും എരിവും എല്ലാം മനസ്സിലാവുക. ഉപ്പ് കുറവാണെങ്കിലും ഉപ്പൊക്കെയാണെങ്കിലും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ എരിവ് കുറവാണെങ്കിലും നമുക്ക് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അതുകൊണ്ട് തന്നെ ഉപ്പും എരിവും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സോസുകളൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. ഇനി കോൺഫ്ലോറിൻ്റെ മിക്സും കൂടി ഒന്ന് തിളച്ച് കുക്കായി വരണം. ആ കോൺഫ്ലോറിൻ്റെ റോ ടേസ്റ്റ് മാറി വരണം. ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ കുറേ ഗ്രേവി ഉള്ളതുപോലെ തോന്നും. അത് കുഴപ്പമില്ല. കോൺഫ്ലവർ ഒന്ന് തിളച്ച് കുറുകി വരുമ്പോൾ കറക്റ്റ് ആയിക്കോളൂ കേട്ടോ. ഇപ്പോൾ കുറേ ഗ്രേവി ഉണ്ട്. അത് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം കൂടുതൽ ചേർത്തിരിക്കുന്നത്. കോൺഫ്ലവർ കുക്കായില്ലെങ്കിൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. കുക്കിങ്ങിൻ്റെ ഒരു 1/4 ഭാഗം കഴിഞ്ഞു. കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് സ്റ്റേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യൂ കേട്ടോ. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. കുറച്ച് വൈഡായിട്ടുള്ള പാൻ എടുക്കുക. അതാണ് നമുക്ക് ഇളക്കാനും എല്ലാം എളുപ്പം. കറി വലിയ പാനിൽ ഉണ്ടാക്കുമ്പോൾ നല്ല രീതിയിൽ ഇളക്കി നമുക്ക് എളുപ്പത്തിൽ മിക്സ് ചെയ്തെടുക്കാം. എന്താണെന്ന് വെച്ചാൽ കോളിഫ്ലവറൊക്കെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇളക്കി മറിച്ചെടുക്കാൻ എളുപ്പമായിരിക്കണം. അല്ലെങ്കിൽ ചെറിയ പാത്രങ്ങളിലാകുമ്പോൾ ഇളക്കി മറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഗ്രേവി ഇതാ തിളച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഗ്രേവി ഒന്നുകൂടി കുറുകി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കോളിഫ്ലവർ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കാറുണ്ടോ എന്നും കൂടി കമൻറ്റ് ചെയ്യണേ. എത്ര പേര് ഉണ്ടാക്കാറുണ്ട് ഈ രീതിയിൽ എന്നും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കാറുണ്ടോ എന്നും കൂടി കമൻറ്റ് ചെയ്യണേ എന്ന് പറഞ്ഞത്. ഇപ്പോൾ കണ്ടോ നമ്മുടെ ഗ്രേവി റെഡ്യൂസായി വരുന്നുണ്ട്, തിക്കായി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കോളിഫ്ലവർ ചേർക്കാൻ സമയമായിക്കൊണ്ടിരിക്കുന്നു. കോൺഫ്ലവറൊക്കെ കുക്കായി വരുന്നുണ്ട്. നന്നായിട്ട് ഇതുപോലെ ബബിൾസ് വന്ന് കഴിയുമ്പോൾ മാത്രം നമ്മൾ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ ചേർത്തിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. കോളിഫ്ലവറിലേക്ക് ആ ഗ്രേവിയൊക്കെ ഒന്ന് പിടിച്ചു വരണം. ഒന്നുകൂടി ഒന്ന് തിളച്ച് കുറുകി വരണം. ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി. വേഗം തന്നെ കോൺഫ്ലവർ ആയതുകൊണ്ട് കുറുകിപ്പോവും. അപ്പോൾ നിങ്ങൾക്കൊരു സെമി ഗ്രേവി കൺസിസ്റ്റൻസി ആണ് വേണ്ടതെങ്കിൽ ഇപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ചുകൂടി തിക്കായിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടതെങ്കിൽ ഒരു 1/2 മിനിറ്റും കൂടി തിളപ്പിക്കുക കേട്ടോ. അധിക സമയം തിളപ്പിക്കരുത്. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടതെങ്കിൽ 1 മിനിറ്റും കൂടി തിളപ്പിക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഇനി ഗ്രേവിയുടെ ടേസ്റ്റ് നോക്കുക.
ഉപ്പ് കറക്റ്റാണോ, പുളി കറക്റ്റാണോ, എരിവ് കറക്റ്റാണോ എന്നുള്ളതൊക്കെ. ഇതിലേക്ക് വേണമെങ്കിൽ വിനീഗർ ആഡ് ചെയ്യാം, പുളി കുറവാണെന്നുണ്ടെങ്കിൽ. എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർക്കുക. ഇതെല്ലാം ബാലൻസ് ചെയ്യാനായിട്ട് എരിവ് കൂടുതലാണ്, പുളി കൂടുതലാണെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർക്കാം. അങ്ങനെ എല്ലാം ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കറക്റ്റ് ചെയ്യാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. എന്താണെന്ന് വെച്ചാൽ ഇരുന്ന് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ കറി കറക്റ്റ് പാകത്തിലായി പോവും. എന്താണെന്ന് വെച്ചാൽ തിക്കായി വരും. ഇപ്പോൾ തന്നെ കറക്റ്റ് പാകത്തിലാണ്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നല്ല തിക്കായി വരും. അതുകൊണ്ട് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ്റെ പരിപാടി. ഒന്ന് ചൂട് മാറി വരട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.